എൻജോയ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ? പൈസ ഒന്നുമില്ല. A movie starring Cheppandi Vinu, directed by Boyapati Srinu. Action! ദമ്മ്. അപ്പൊ പടം തുടങ്ങുമ്പോ തന്നെ രണ്ട് ഗ്രാമങ്ങൾ തമ്മിൽ ശത്രുതയിലാവും. రెండు వర్గాల గ్రామాల్లో దాడులు జరగని రోజు లేదు. അതിലൊരു ഗ്രാമത്തിന്റെ തലവൻ ഇങ്ങനാണ്, മറ്റേ ഗ്രാമത്തിന്റെ തലവൻ ദേവ്ജി. തിയേറ്ററിന്റെ പുറത്തൊക്കെ വൻ ആഘോഷമാണ്. కూలి చేసుకునే జనం ప్రాణం కోసం నా బిడ్డనే చంపుతావా? ഈ ഡയലോഗ് അടിയൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തോ വലിയ റോളാണെന്ന്. പക്ഷെ തൊട്ടടുത്ത സീനിൽ ആ ഒരൊറ്റ ഡയലോഗും ഈ പൂച്ച കരിമീൻ കടിച്ച് നിൽക്കുന്ന പോലത്തെ ഈ മീശയും മാത്രമേ നമ്മുടെ ദേവ്ജിക്ക് ഈ സിനിമയിലുള്ളൂ. അങ്ങനെ ഇവരുടെ ഈ ശത്രുത അടുത്ത ജനറേഷനിലും പടർന്നു. നാസർ സൺ ഓഫ് ദേവ്ജി ആൻഡ് നൈന സൺ ഓഫ് മറ്റേയാൾ. ഈ സമയം അവിടെ ഉണ്ടായ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നൈനാന് ആൺകുഞ്ഞില്ല, ഉണ്ടായൊരു കുഞ്ഞ് മരണപ്പെടുകയും ചെയ്യും. അങ്ങനെ അടുത്ത ജനറേഷൻ ഗ്രാമത്തലവൻ ഇല്ലാതെയാവും അവിടെ. മാത്രമല്ല നമ്മുടെ നാസർ ആൻഡ് ടീംസ് ഇനി ആ ഗ്രാമത്തിൽ ഒരു ആൺകുഞ്ഞ് പോലും പിറക്കരുതെന്ന് പറഞ്ഞ് അവിടെ ഉണ്ടായ എല്ലാ ആൺകുഞ്ഞുങ്ങളെയും കൊല്ലാൻ തുടങ്ങും. മാത്രമല്ല നമ്മുടെ നൈനാനെയും കൊല്ലും. അങ്ങനെ ആ ഗ്രാമം ഒരു ആൺകുഞ്ഞ് പോലും ഇല്ലാതെ പെണ്ണുങ്ങളും കുറച്ച് വയസ്സന്മാരും മാത്രമുള്ള ഒരു ഗ്രാമമായി മാറും. ദൂരെ ഒരു നഗരത്തിൽ ഒരു ബിസിനസ് ടൈക്കൂണിനെ കുറച്ച് ഗുണ്ടകൾ ചേർന്ന് കൊല്ലാൻ വേണ്ടി ഓടുകയാണ്. എല്ലാവരോടും അങ്ങനെ രക്ഷിക്കാൻ വേണ്ടിയൊക്കെ പറയും. പക്ഷേ നഗരം മലിനമാക്കിയ മനുഷ്യർക്കെവിടെ ഇതിനൊക്കെ നേരം. അങ്ങനെ ആ ബിസിനസ് ടൈക്കൂണിനെ കൊല്ലാൻ വേണ്ടി ഗുണ്ടകൾ വളയും. കീഴടങ്ങിക്കൊണ്ട് അങ്ങേര് പറയും, ഈ ലോകത്താർക്കും മനുഷ്യ സ്നേഹമില്ല, എന്നെ രക്ഷിക്കാൻ ഒരാളുമില്ലേ? പക്ഷെ ആരും പേടിക്കണ്ട ഗൈസ്, ഈ ക്രൂരമായ ലോകത്തും ഒരു കെട്ടിടത്തിന്റെ 4ാമത്തെ നിലയിലിരുന്നു കൊണ്ട് ഇതെല്ലാം ഒരാൾ കേൾക്കുന്നുണ്ട്. അവന് ഓടി വന്ന് ഗ്ലാസ് പൊളിച്ച് പുറത്തേക്ക് ചാടും. ഇതെന്ത് സുനാമിയാ? ഒന്ന് തിരിച്ചു വെച്ചേ. അങ്ങനെ ഗ്ലാസും പൊളിച്ച് പുറത്തേക്ക് ചാടുകയാണ് നമ്മുടെ നായകൻ. സഫാരികോൺ. നീയും തയ്ച്ചു വെച്ചൊരു ബ്രേസിയർ. അങ്ങനെ ഗാരു കയ്യും പിന്നിൽ കെട്ടി ഗുണ്ടകളെല്ലാം അടിച്ചോടിക്കും. എന്ത് കാര്യത്തിനാണിത്? ഒരു സുഖം, ഒരു മനസുഖം. അവസാനം മെയിൻ വില്ലന് ചോര തുടയ്ക്കാൻ വേണ്ടി ഒരു കർച്ചീഫ് എറിഞ്ഞു കൊടുക്കും. മൂപ്പർ അതും കൊണ്ട് അവിടുന്ന് പോവും. ഈ സീൻസിന് ഈ സിനിമയുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. ജസ്റ്റ് ഫോർ എൻ ഇൻട്രോ. ആൾക്കാർ എഴുന്നേറ്റ് നിന്നായിരുന്നു കയ്യടി. ഇൻട്രോ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി കുറച്ച് റൊമാൻസ് ആവാം. യെസ് ഗൈസ്, തൃഷ ഡാൻസ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആണ്. അങ്ങനെ ഒരു ദിവസം ഇവർ ഒരു പാർക്കിലിരിക്കുമ്പോൾ തൃഷ പറയും, ഞാനൊരു രാജകുടുംബത്തിലെ സന്തതിയാണ്, എനിക്ക് കോടിക്കണക്കിന് സ്വത്തുണ്ടെന്നൊക്കെ. എന്നിട്ട് ഗാരുവിനോട് നീ നിന്റെ ബാക്ക്ഗ്രൗണ്ട് പറ എന്ന് പറയും. ഇത് കേട്ടതും ഗാരു അങ്ങ് തള്ളും, ഞാനും രാജകുടുംബമാണ്, എനിക്കും ഒരുപാട് സ്വത്തുണ്ടെന്നൊക്കെ. സത്യത്തിൽ നമ്മുടെ ഗാരു ഒരു ഓർഫണാണ്. പക്ഷെ തള്ളിപ്പോവുകയും ചെയ്ത്. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ല. പക്ഷേ അതോർത്ത് നമ്മളാരും പേടിക്കണ്ട. വളരെ യാദർച്ഛികമായി മറ്റേ ആൺകുഞ്ഞില്ലാത്ത രാജകുടുംബം ഞങ്ങൾക്കും ഒരു രാജകുമാരൻ വേണമെന്ന് പറഞ്ഞ് ദത്തെടുക്കാൻ തീരുമാനിക്കും. వీరదుర్గం రాజావారు ఒక అతన్ని దత్త తీసుకోవాలని ట్రై చేస్తారు. അതറിഞ്ഞത് നമ്മുടെ ഗാരി പോയിട്ട് ആ ഇന്റർവ്യൂ അങ്ങ് അറ്റൻഡ് ചെയ്യും. അപ്പൊ തന്നെ ഓഫർ ലെറ്ററും കിട്ടി വിസയും അടിച്ചു കൊടുക്കും. അങ്ങനെ നമ്മുടെ ഗാരു ഒരു രാജാവായി മാറുകയാണ്. ഓഹോ, അങ്ങനെ ഒരു സംഭവം. ദ കിങ് ഗാരു. శ్రీసింహ. അങ്ങനെ ഗാരു ആ ഗ്രാമത്തിലേക്ക് യാത്രയാവുകയാണ്. ആ ദിവസം തന്നെയാവും പിച്ചളദേവൻ, നാസർ മൂപ്പരുടെ പ്രതിമ ഉദ്ഘാടനം ചെയ്യുന്നത്. ബട്ട് ഗൈസ്, വീണ്ടും യാദൃശ്ചികമായി നമ്മുടെ ഗാരുവിന്റെ കാർ ടൂൾസിന്റെ മേലെ കയറി അത് തെറിച്ച് പോയി പോസ്റ്റിൽ തട്ടി ഷോർട്ട് സർക്യൂട്ട് ആയി നാസറിന്റെ വീട്ടിലെ ഇൻവെർട്ടറിൽ കയറി അവിടുന്ന് ആ പ്രതിമയിലേക്ക് കറണ്ട് കയറി അത് പൊട്ടിത്തെറിക്കും. അവിടുന്ന് ഗാരു നേരെ കൊട്ടാരത്തിലെത്തും. അപ്പൊ അവിടുത്തെ കൊടിയിലെ കരടി ഓളിയിടും. ഇത് പോരാഞ്ഞിട്ട് ആ കരടിയൊക്കെ ഗാരുവിനെ പിന്നിൽ വന്ന് പേടിപ്പിക്കും. ഉഫ്, ഡയറക്ടർ ബ്രില്യൻസ്. നല്ല ക്രിയേറ്റിവിറ്റി ഉള്ള ആളാണ്. പിന്നീട് ഗാരുവയുടെ നല്ല സുഖവാസമാവും. അത് നമ്മുടെ ഡയറക്ടർ മനോഹരമായ ഒരു സോങ്ങിലൂടെയാണ് കാണിച്ചിരിക്കുന്നത്. തീർന്നിട്ടില്ല. എന്റെ ഒരു വേഷമേ നീ കണ്ടിട്ടുള്ളൂ. താമസിയാതെ പല വേഷങ്ങളും നിനക്ക് കാണാം. നന്നായിട്ട് ചേരുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മറ്റൊരു യാദൃശ്ചികത. നമ്മുടെ തൃഷയുടെ കുടുംബവും ഗാരുവിന്റെ കുടുംബവും തമ്മിൽ ചെറിയൊരു ലിങ്ക് ഉണ്ട്. മാത്രമല്ല
ഗാരുവിന്റെ മുറപ്പെണ്ണാണ് തൃഷ. പിന്നെ തെലുങ്ക് പടമാണല്ലോ, അപ്പൊ ത്രീസം മുഖ്യമാണ്. അതുകൊണ്ട് ഗാരുവിന് ഒരു മുറപ്പെണ്ണും കൂടി ഉണ്ട്. എന്നിട്ട് അവർ 3 പേരും കൂടി ആ കൊട്ടാരത്തിൽ ഒരു ത്രീസം ഡാൻസ് അങ്ങ് കളിക്കും. ഇതുകൊണ്ടൊന്നും തീർന്നില്ല, എക്സ്ട്രാ 2 മുറപ്പെണ്ണുങ്ങളെ കൂടി കൊണ്ടുവരും. എന്നിട്ട് ഒരു ഗാങ് ബാങ് ഡാൻസ് ആണ്. ഒരേ സമയം 2-3 പെമ്പിളാരെ വെച്ച് അവൻ അമ്മാനെ ആടിക്കൊണ്ടിരിക്കും. 9 മണിക്ക് ലതിക, 10 മണിക്ക് മേഴ്സി, 10:30 ഗീതാ ഷെട്ടി, 10:45 മീനാ റെഡ്ഡി, 11 മണിക്ക് വീണ്ടും ലതിക. അവരെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം കുറെ കാലമായി ആൺകുഞ്ഞു പേർക്കാത്ത ഗ്രാമമല്ലേ. അതുകൊണ്ട് ഒരാൾക്ക് 10 വരെ ആവാം. അങ്ങനെ സൂചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഗാരു ആ ഗ്രാമത്തിന്റെ ശത്രുതയുടെ കഥയെല്ലാം മനസ്സിലാക്കുന്നത്. തൊട്ടടുത്ത ദിവസം തന്നെ നാസറിന്റെ ടീംസ് വന്ന് നീ ആൺകുഞ്ഞിനെ ദത്തെടുക്കുമല്ലേടെന്ന് പറഞ്ഞിട്ട് കൊട്ടാരത്തിൽ അലമ്പുണ്ടാക്കും. പിന്നീട് അവിടെ മാരക സംഘർഷമാണ്. എന്നിട്ട് ഗാരു ഒരു വില്ലന്റെ തല കൊണ്ടേ ആ കൊടിമരത്തിൽ ഇടിപ്പിക്കും. ആ ഫോഴ്സിൽ ആ കൊടിമരം 15 കിലോമീറ്റർ അപ്പുറത്തുള്ള നാസറിന്റെ കൊട്ടാരത്തിൽ പോയി വീഴും. പിന്നെ നാസർ അയച്ച വില്ലന്മാരെയൊക്കെ ജീപ്പിൽ കയറ്റി നാസറിന്റെ അടുത്ത് തന്നെ കൊണ്ടേ കൊടയും ഗാരു. ഇതൊന്നും പോരാഞ്ഞിട്ട് ഗാരു ഈ ഗുണ്ടകളെയും കൊണ്ടൊരു പൂക്കളം ഇടും. ഇതേ സമയത്താണ് ആ ഗ്രാമത്തിൽ മറ്റൊരു ആൺകുഞ്ഞ് പിറക്കാൻ പോകുന്നത്. അപ്പോഴേക്കും നമ്മുടെ നാസറിന്റെ ടീംസ് അവനെ കൊല്ലാൻ വേണ്ടി വെയിറ്റിംഗ് ആവും. ഒരു പിഞ്ച് പൈതലിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഇവന്മാർ ഈ വടിവാളൊക്കെ ആയിട്ട് വന്നേക്കുന്നത്. ഇതറിഞ്ഞ് ഗാരു അവിടെ ചെന്ന് അവനെ ഇടിച്ച് പറപ്പിക്കും. അവിടുന്ന് ഒരു കമ്പി എടുത്ത് അവന്റെ നേരെ എറിഞ്ഞിട്ട് അത് വളച്ച് അവനെ അവിടെ ഇട്ട് ലോക്കാക്കും. എന്നിട്ട് പ്രസവം ലൈവ് കാണിക്കും. കാണ്, ആൺകുട്ടി തന്നെയാണോ. ഇതിന്റെ ഇടയിലാണ് ഒരു ട്വിസ്റ്റ്. ശരിക്കും നമ്മുടെ ഗാരു ഒരു രാജരക്തം തന്നെയാണ്. നൈനാന് ആദ്യം മരിച്ചുപോയ ആൺകുഞ്ഞില്ലേ, അത് ശരിക്കും മരിച്ചിട്ടില്ല. ആ കുഞ്ഞിനെ അതിന്റെ ഗ്രാൻഡ് പാ ഒരു ഓർഫനേജിൽ വെച്ച് വളർത്തുകയായിരുന്നു. ആ കുഞ്ഞാണ് നമ്മുടെ ഗാരു. ഇതൊക്കെ അറിഞ്ഞതോടുകൂടി ദേഷ്യം വന്ന് നാസർ ഗാരുവിനെ കൊല്ലാൻ വേണ്ടി കുറെ ആൾക്കാരെ അങ്ങോട്ട് അയക്കും. ബട്ട് ഗൈസ്, അപ്പോഴേക്കും ഗാരു അങ്ങോട്ട് വന്ന് 2 സ്കോർപ്പിയോ അങ്ങ് പറപ്പിക്കും. എന്നിട്ട് അവിടെ വൻ അടി തുടങ്ങും. അടി തുടങ്ങിയെന്ന് അറിഞ്ഞതും ആ നാട്ടിലെ ആൾക്കാരൊക്കെ അവിടെ നിന്ന് ഓടിപ്പോകാൻ തുടങ്ങും. കാരണം എപ്പോഴാ സ്കോർപ്പിയോ തലവിഴാന്ന് പറയാൻ പറ്റില്ലല്ലോ. അവസാന ഗുണ്ടകളെല്ലാം അടികൊണ്ട് വീണതോടെ നാസർ ഗാരുവിന്റെ അടുത്ത് പോയിട്ട് എടാ ഇങ്ങനെയൊന്നും അടിക്കാൻ പാടില്ലടാ, എല്ലാം ഞാൻ ക്ഷമിച്ചു, നീ തന്നെ ഇനി രാജാവ് എന്ന് പറയും. പടം കഴിഞ്ഞ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലിലെ ബാക്കി വീഡിയോസായ മോൺസ്റ്റർ, കൂട്ടുകാർ, CBI5, ബിഗ് ബ്രദർ, സിദ്ധാർത്ഥ, 5 ഒരാൾ, അർജുനൻ, ബലറാം വേഴ്സസ് താരദാസ്, ലൈല, ഡ്രാക്കുള, മൈ സ്റ്റോറി, റെയിൻട്രി കമ്പഗൻ, ശോഭരാജ്, മാമകം, കലണ്ടർ, ലോക്പാൽ, നമ്മൾ തമ്മിൽ, വന്ദേ മാതരം, കാമ്പോജി, സലാം കാശ്മീർ, നക്ഷത്ര കണ്ണൂർ രാജകുമാരൻ, അവരുടെ രാജകുമാരി, കയ്യെത്തും ദൂരത്ത്, വൈറ്റ്, CIA, മിക്കായിൽ, വാറൻ ലവ്, കൃത്യം, നിറം തുടങ്ങിയ വീഡിയോസും നിങ്ങളൊന്ന് കാണണം പ്ലീസ്.